രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പാലക്കാട് സജീവമായി നിൽക്കുമ്പോൾ ഇടഞ്ഞു നിന്ന പാർട്ടികൾ ഒന്നൊന്നായി കൈകൊടുക്കാൻ സജ്ജമായി കഴിഞ്ഞു. ആദ്യം കോൺഗ്രസ് ആണ് പാലക്കാട് MLA-ക്കൊപ്പം നിന്നതെങ്കിൽ പിന്നീട് LDF സർക്കാരും കൈകൊടുത്തു. പാലക്കാട് രാഹുലിനെ കാല് കുത്തിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു നടന്ന CPM-ഉം ഇപ്പോൾ കാല് മാറിക്കഴിഞ്ഞു. CPM ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ പലവിധ പരിപാടികൾ കൈയെത്തുന്ന മാങ്കൂട്ടത്തിന് വലിയ സ്വീകരണമാണ് നൽകുന്നത്. കണ്ണാടി പഞ്ചായത്ത് നിലവിൽ CPM ആണ് ഭരിക്കുന്നത്. ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് CPM നേതാവുമായ M ലതയാണ് ഇപ്പോൾ രാഹുലുമായി വേദി പങ്കിട്ടത്. CPM രാഹുലിനെ പാലക്കാട് പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. പിന്നാലെ രാഹുൽ പാലക്കാട് എത്തിയപ്പോൾ ശക്തമായ പ്രതിഷേധം തീർത്ത അതേ CPM-ന്റെ നേതാക്കളാണ് ഇപ്പോൾ മാങ്കൂട്ടത്തിലുമായി ഒരുമിച്ച് വേദി പങ്കിട്ട് കൈകൊടുക്കുന്നത്. നേരത്തെ LDF മന്ത്രി പോലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അംഗീകരിച്ചത് നമ്മൾ കണ്ടതാണ്. വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടിയുമായിട്ടാണ് രാഹുൽ വേദി പങ്കിട്ടത്. റവന്യൂ വകുപ്പിന്റെ പട്ടയമേളയിലാണ് അതിഥിയായി രാഹുൽ MLA എത്തിയത്. പരിപാടിയുടെ ആദ്യാവസാനം വേദിയിലുണ്ടായിരുന്ന MLA സംസാരിച്ചതിന് ശേഷമാണ് മടങ്ങിയത്. നിർബന്ധിതമായി ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചതടക്കമുള്ള ഗുരുതരമായ കുറ്റം ചുമത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ 2 മാസം പിന്നിട്ടിട്ടും പരാതിക്കാരിയെ കിട്ടിയില്ല എന്നതാണ് വാസ്തവം. രാഹുലിന്റെ പേര് പറയാതെ ആദ്യം ആരോപണം ഉന്നയിച്ച യുവനടിയും പിന്നീട് പരാതി പറഞ്ഞ ട്രാൻസ്ജെൻഡർ യുവതിയും പരാതി നൽകാൻ തയ്യാറായില്ല. ഇതോടെയാണ് CPM-ന്റെ ഗൂഢാലോചന പൊളിഞ്ഞു വീണത്. സത്യം മനസ്സിലാക്കിയ നേതാക്കന്മാർ ഒന്നൊന്നായി രാഹുലുമായി സമരസപ്പെടുന്നുണ്ട് എന്നതാണ് വാസ്തവം. അതേസമയം പാലക്കാട് MLA-യുമായിട്ട് വലിയ നീക്കുപോക്കുകൾക്ക് ഇല്ല എന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് നടന്ന ആശാവർക്കർമാരുടെ സമരവേദി അതിന് സാക്ഷിയാണ്. സമരവേദിയിലെത്തിയ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് മാറിയില്ലെങ്കിൽ താൻ പങ്കെടുക്കില്ലെന്നാണ് VD സതീശൻ പറഞ്ഞത്. മറ്റു നിർവാഹമില്ലാതെ പിന്തിരിഞ്ഞ മാങ്കൂട്ടത്തിൽ പിന്നീട് സതീശൻ മടങ്ങിയതിനു ശേഷമാണ് തിരികെ സമരവേദിയിൽ എത്തിയത്. അന്ന് അത് കേരളത്തിലെ ഇടതുപക്ഷ മാധ്യമങ്ങൾ ആഘോഷിച്ചു. സൈബർ നേതാക്കന്മാർ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ രാഹുലിന്റെ ചോര കുടിക്കുന്നുണ്ട്. എന്നാൽ വനിതാ നേതാക്കന്മാർ അടക്കം പാലക്കാട് MLA 2 കൈ നീട്ടി സ്വീകരിക്കുമ്പോൾ CPM-ന് മിണ്ടാട്ടം മുട്ടുകയാണ്. CPM വനിതാ നേതാവ് രാഹുലുമൊത്ത് വേദി പങ്കിടുന്നതിന്റെ വീഡിയോ കണ്ടു നോക്കാം. അതുകൂടാതെ കൊല്ലംകോട്ട് പറമ്പിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സമ്മർദ്ദവും അതേ തലത്തിൽ തന്നെ MLA-മാർക്ക് ഒരു പദ്ധതിയാണ് സാധാരണ കൊടുക്കാറുള്ളത് എല്ലാ നിയോജകമണ്ഡലത്തിൽ. എങ്കിലും നമ്മൾ ആ സമ്മർദ്ദം നടത്തി ഒരു പദ്ധതി കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ 1 കോടി രൂപയ്ക്ക് നമ്മുടെ പ്രദേശത്തിന്റെ ആകെ മുഖച്ഛായയെ മാറ്റുവാൻ കഴിയുന്ന എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നതിനെ പറ്റി നിങ്ങളുടെ കൂടി സജഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നിർദ്ദേശം. അത് ഇന്ന് നിങ്ങൾക്ക് പറയണമെന്നില്ല. നിങ്ങളുടെ പ്രദേശവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അതിവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നല്ല റോഡുകൾ, വൈദ്യുതി എത്താത്ത ഏതെങ്കിലും പ്രദേശമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വൈദ്യുതി എത്താത്ത ഏതെങ്കിലും പ്രദേശമുണ്ടെങ്കിൽ ആ പ്രദേശത്ത് വൈദ്യുതി അത്തരത്തിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്ത് നമ്മുടെ ആകെ പ്രദേശത്തിന്റെ മുഖച്ഛായയെ തന്നെ മാറ്റി ഇതിനെ കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് അംബേദ്കർ ഗ്രാമം പറഞ്ഞിട്ടുള്ളത്. ഈ പരിപാടിയുടെ ഭാഗമായി നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നാളുകളിൽ നമ്മുടെ ഈ പ്രദേശത്തിന്റെ ആകെ വികസനത്തിന് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് മാത്രം